ഈ +2 ചാപ്റ്റർ ഉണ്ടായിരുന്നു, ഹോറഗല്ലു എന്ന് പറഞ്ഞിട്ട്, സുധാമൂർത്തിൻ്റെ. +2 തോന്നുന്നു. അപ്പം അതിലെന്ന് പറഞ്ഞാൽ ആ ഒരു ഹൊറഗല്ലു എന്ന് പറഞ്ഞാൽ വിശ്രമിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഈ പണിക്ക് വന്നത് കർഷകർ അവരൊക്കെ വന്ന് വിശ്രമിക്കുന്ന സമയത്ത് അവരെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവരൊരു മുത്തച്ഛനായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പം മുത്തച്ഛൻ അത് കേട്ടിരിക്കും. അതേപോലെ ഈ സുധാമൂർത്തി വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസിലും ഇതേപോലെ ഒരാളുണ്ടാവും. ആളും മറ്റുള്ളവരുടെ വിഷമങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും, അങ്ങോട്ടൊന്നും സംസാരിക്കില്ല. അപ്പം അതായത് നമുക്കൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ആ കേൾക്കുന്ന ആൾ നമുക്ക് സൊല്യൂഷൻസ് ഒന്നും പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും നമ്മളെ കേൾക്കാൻ ഒരാളുണ്ടാവുന്നത് ഭയങ്കര ഒരു വലിയൊരു കാര്യമാണ്. അതായത് നമുക്കതൊരു ഭയങ്കര റിലാക്സേഷനാണ്. അപ്പം ഇപ്പോൾ എനിക്കെന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോൾ ഞാൻ എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യാനും ഭയങ്കര അതായത് എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. പക്ഷേ എൻ്റെ അമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എന്തെങ്കിലും വിഷമമുള്ള കാര്യം അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയും ഭയങ്കരമായിട്ട് വിഷമിക്കും. അതുകൊണ്ട് ഞാൻ റിയലൈസ് ചെയ്തു എല്ലാ വിഷമങ്ങളും എൻ്റെ അമ്മേൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല. കാരണം അമ്മയെ നല്ലോണം വിഷമിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സന്തോഷങ്ങളിലാണ് കൂടുതലായിട്ട് എൻ്റെ അമ്മേൻ്റെ അടുത്ത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എൻ്റെ വിഷമങ്ങൾ എനിക്ക് എങ്ങനെയെങ്കിലും, അതായത് ഒറ്റയ്ക്ക് ഞാൻ ആ വിഷമം സഹിക്കാൻ എനിക്കുള്ള കപ്പാസിറ്റി ഇല്ല. ഇങ്ങനെ തിങ്ക് ചെയ്ത് ഞാൻ ഡിപ്രഷനിലോട്ടൊക്കെങ്കിലും പോകും. അപ്പം എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്തോ ഷെയർ ചെയ്യും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്കൊരു റിലാക്സേഷൻ കിട്ടും. അവർ ചിലപ്പോൾ ഒരു സൊല്യൂഷൻ അവരെ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടില്ല, അതായത് അവർ പറഞ്ഞു തരില്ല. പക്ഷേ നമ്മളിങ്ങനെ പറയാനുള്ളത് ഇങ്ങനെ ചിലച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു കിട്ടുന്നൊരു റിലാക്സേഷൻ ഉണ്ട്. അതെന്തോ എന്താണെന്ന് പറയാൻ പറ്റില്ല. അതേപോലെ നമുക്കും മറ്റൊരാളുടെ ഹൊറഗല്ലായിട്ട് മാറാൻ പറ്റും. അതായത് മറ്റൊരാളെ കേൾക്കുക എന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ അവരുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻസും ഉണ്ടാവില്ല. ചിലപ്പോൾ നമുക്കൊരു എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആശ്വസിപ്പിക്കാൻ പോലും ചിലപ്പോൾ ഒരു വാക്കുണ്ടാവണമെന്നില്ല. പക്ഷെ നമ്മളൊന്ന് കേട്ടുകൊണ്ടിരിക്കുക, അതുതന്നെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്.